എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഒരാൾ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അത് നിസ്കാരം പോലെ അല്ല, അതേ നോമ്പ് പോലെ അല്ല, സകാത്ത് പോലെ അല്ല, ഹജ്ജ് പോലെ അല്ല. ഒരാള് ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ, ഈ പറഞ്ഞ അമലുകളൊക്കെ ഒരാൾ ചെയ്താൽ അവരെ കുറിച്ച് നമുക്ക് പറയാം ഇത്വാഅത്തുൽ അംരിഹി, അള്ളാഹ്ക്ക് വഴിപ്പെടുന്ന ആളാണ്, നിസ്കരിക്കുന്ന ആള്, സകാത്ത് കൊടുക്കുന്ന ആള്, ഹജ്ജ് ചെയ്യുന്ന ആള്, ഉംറ ചെയ്യുന്ന ആള്, നോമ്പനുഷ്ഠിക്കുന്ന വ്യക്തി, മറ്റ് സൽക്രമങ്ങൾ മുഴുവനും ചെയ്യുന്നവർ ഇത്വാഅത്തുൽ അംരിഹി, അള്ളാഹ്ക്ക് വഴിപ്പെടുന്നവരെന്ന് പറയാം. അതേസമയം റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങൾക്ക് ഒരാൾ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഇത്വാഅത്തുൽ അംരിഹി വത്തിബാഉൽ ഫിഅലിഹി, അതേ അല്ലാഹുവിന് വഴിപ്പെടലോടുകൂടെ റഹ്മാനായ റബ്ബിന്റെ പ്രവർത്തനത്തെ പിന്തുടരുകയും ചെയ്യുക എന്ന വലിയ വിഷയം. കമാ ഖാല തആല അഹ്സാബ് സൂറത്തിൽ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. നിശ്ചയം അല്ലാഹു ചെയ്തു എന്ന നിലക്ക് അല്ലാഹ് നിസ്കരിച്ചു, അല്ലാഹ് നോമ്പെടുത്തു, അല്ലാഹ് സകാത്ത് കൊടുത്തു, അല്ലാഹ് ഹജ്ജ് ചെയ്തു. അങ്ങനെ ഇസ്ലാമിൽ ഖുർആനിലോ ഹദീസിലോ പരിശുദ്ധ ഇസ്ലാമിലോ എവിടെയും നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ ഒരു കൽപ്പന ഇസ്ലാമിലില്ല. അതേസമയം ഖാലിഖായ റബ്ബ് ചെയ്ത പ്രവർത്തനം, റബ്ബ് നിർവഹിച്ച വിഷയം, അത് ആ വിശ്വാസി ജനങ്ങളോട് ചെയ്യാൻ കൽപ്പനയുള്ള വലിയ മഹത്തരമായ ഒന്നാണ് സ്വലാത്ത്. ജനങ്ങളെ, ആ സ്വലാത്ത് കൊണ്ട് ക്യാൻസർ സുഖപ്പെട്ട് പ്രശ്നത്തിന് പരിഹാരം കിട്ടി എന്ന് പറയുന്നതിൽ അത്ഭുതപ്പെടാനില്ല. റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങളോട് സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി അനുമതി ചോദിച്ച അവിടുത്തെ പ്രിയ ശിഷ്യരും കൂടിയായ ഉബയ്യ് ഇബ്നു കഅബ് തങ്ങളോട് അതാ തങ്ങളുടെ കൽപ്പന എന്താണ്? എന്റെ ഫർളായ അമാലുകൾ കഴിഞ്ഞാൽ ബാക്കി എനിക്കുള്ള മുഴുസമയങ്ങളും ബാക്കി കിട്ടുന്ന ലഭ്യമാകുന്ന മുഴുസമയവും ഞാൻ തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലാൻ, അവിടത്തേക്ക് സലാം പറയാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഉറപ്പിച്ചു കഴിഞ്ഞു, പ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു. റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങളതാ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, എന്നാൽ മോനെ ഉബയ്യേ, ഖാൽ ഇദൻ യക്ഫീക ഹമ്മുദ് ദുനിയാ വഹമ്മുൽ ആഖിറ, നിങ്ങളെ ദുനിയാവിലെ ആഖിറത്തിലെ സകലമാന പ്രശ്നങ്ങൾക്കും സ്വലാത്ത് പരിഹാരമാണ് കേട്ടോ. എന്നാൽ ബായാറ് സ്വലാത്തിൽ രോഗം സുഖപ്പെട്ടതിനേക്കാൾ, ജാറത്തിങ്ങൽ സ്വലാത്തിൽ രോഗം സുഖപ്പെട്ടതിനേക്കാൾ നാം വലിയ സന്തോഷത്തോടെ കാണുന്നത് എത്രയോ ആയിരക്കണക്കിന് മുസ്ലിം ചെറുപ്പക്കാർ വെള്ളിയാഴ്ച ജുമുഅ നിസ്കാരം പോലും നിർവഹിക്കാതെ, റമദാനിൽ നോമ്പനുഷ്ഠിക്കാതെ, താൻ തോന്നിയായി ഒരു നേതൃത്വത്തെയും അനുസരിക്കാതെ സ്വീകരിക്കാതെ അവരങ്ങനെ കറങ്ങി നടക്കുന്ന തോന്നിവാസങ്ങളിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് നാട്ടുകാർക്കും കുടുംബത്തിനും ഭീഷണിയാകുന്ന അവസ്ഥയിൽ ജീവിക്കുന്ന എത്രായിരം ചെറുപ്പക്കാരാണ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്ത് കൊണ്ട് ഹിദായത്തിന്റെ വഴിയിലെത്തിയത്. സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ള പുത്തൻ പ്രസ്ഥാനങ്ങളിൽ അകപ്പെട്ട് ചതിയിലകപ്പെട്ട എത്രായിരം ആളുകളാണ്, എത്രായിരം ചെറുപ്പക്കാര് വിശ്വാസികളാണ് ബായാറ് സ്വലാത്തിൽ വന്നിട്ട് സുന്നത്ത് ജമാഅത്താകുന്ന സത്യപ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന് ദിവസവും അതാ റസൂലുള്ളാഹിന്റെ സ്വലാത്ത് നിസ്കാര ശേഷം 11 സ്വലാത്ത്, നാം പറഞ്ഞ സ്വലാത്ത് ആവുന്നത്ര വർദ്ധിപ്പിച്ച് മുടക്കാതെ നിലനിർത്തി പോരുന്നു. നമുക്കത് വലിയ സന്തോഷമാണ്. ബായാറ് സ്വലാത്ത് നടത്തുന്നത് ഒരു ഭൗതിക താല്പര്യങ്ങളും ലക്ഷ്യം വെച്ചിട്ടല്ല. കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്ത് നടക്കുന്നത് ഒരു ദുനിയാവിന്റെ ചിന്തയും ചിന്തിച്ചിട്ടല്ല, ഭൗതിക താല്പര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടല്ല, ജനങ്ങളുടെ ശുഹറത്ത് സ്ഥാനമാനം ആഗ്രഹിച്ചിട്ടല്ല. അഹ്ലുസുന്നയുടെ സയ്യിദന്മാരും ഉലമാക്കളും സ്ഥാപനങ്ങളും ദീനീ പ്രവർത്തനങ്ങളും മജ്ലിസുകളും ഒന്നും നടത്തുന്നത് അങ്ങനെ ഒരു ദുരുദ്ദേശത്തോടെ അല്ല.
ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് യമനിലേക്ക് ഇസ്ലാമിന്റെ ദഅവത്തിന് വേണ്ടി പുറപ്പെടാൻ പറഞ്ഞ് ബഹുമാനപ്പെട്ട മുആദ് തങ്ങളോട് അതാ യമനിലേക്ക് ദഅവത്തിന് പോകാൻ പറഞ്ഞപ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രസന്നമായ മുഖം, അസ്ഹാബ് പ്രശംസിച്ച മുഖം, കഅന്ന ശംസ തദൂറു ഫീ വജ്ഹിഹി, മുഖം കാണുമ്പോ സൂര്യൻ ചുറ്റുന്നത് പോലെ കറങ്ങുന്നത് പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടെന്ന് അസ്ഹാബ് പ്രശംസിച്ച വജ്ഹിന്റെ ഉടമ അക്മലുൽ ഖൽഖായ തങ്ങളെ വിട്ട് ഞാനങ്ങ് പോകാനാണ്, എനിക്കത് ചിന്തിക്കാൻ വയ്യ. മനസ്സിന്റെ വേദന അങ്ങ് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങള്, ഗുരുവര്യരും കൂടിയായ തങ്ങള് ശിഷ്യന്റെ കൽബിന്റെ വേദന അറിഞ്ഞ് പറയുന്നു, ഓ മുആദ് മോനെ ഉബയ്യേ, നീ വിഷമിക്കേണ്ടതില്ല, ഫിക്ര അമ്മു വേണ്ട. ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദാ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. ഓ മുആദ്, നിങ്ങളുടെ ദഅവത്ത് കാരണം, പ്രബോധനം കാരണം, നിങ്ങളുടെ ഭാവം കാരണം, നിങ്ങളുടെ ജീവിതം കാരണം, നിങ്ങളുടെ പെരുമാറ്റം കാരണം ഒരാളെങ്കിലും സത്യമതമാകുന്ന ഇസ്ലാം പുൽകിയാൽ, സന്മാർഗത്തിലേക്ക് കടന്നു വന്നാൽ, ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവിലുള്ള സർവസ്വത്തെക്കാളും നിങ്ങൾക്ക് ഏറ്റവും മഹത്തരം അതാണെന്ന് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൽമില്ലാത്ത